5 മണിക്കൂർ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനം വിഫലമായി. വീണ്ടെടുക്കാനായത് അപ്പുവിന്റെ ചേതനയറ്റ ശരീരം. കിണർ നിർമ്മാണത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള അപ്പു നാട്ടുകാർക്ക് സുപരിചിതനാണ്. അപ്പു 1 വർഷം മുമ്പ് നിർമ്മിച്ച കിണറാണ് ജീവൻ തട്ടിയെടുത്തത്. കിണറിൽ നേരത്തെ ഇറക്കിയിട്ടുള്ള മണ്ണ് റിങ്ങിന് മുകളിൽ ഓട് ഇറക്കുന്നതിനായി കിണറ്റിലെ ചേറെടുക്കുന്നതിനിടെയാണ് ദുരന്തം സംഭവിച്ചത്. അപ്പു ഉൾപ്പെടെ 6 പേരാണ് കിണറ്റിലെ ചേറ് എടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. ചായകുടി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങി റിങ്ങിന്റെ മുകളിലെ മണ്ണ് എടുത്തു മാറ്റാൻ ഇറങ്ങിയ ഉടനെയായിരുന്നു അപകടം സംഭവിച്ചത്. കിണറിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ട് മണ്ണ് വലിച്ചു നീക്കുകയായിരുന്ന സുബ്രൻ മറ്റു തൊഴിലാളികളുടെ സഹായത്തോടെ വടം ഉപയോഗിച്ച് കിണറ്റിൽ ഇറങ്ങിയെങ്കിലും അപ്പുവിന്റെ ദേഹം മുഴുവൻ 5 കോൽ അടിയിൽ മണ്ണ് മൂടിയിരുന്നു. ഫയർഫോഴ്സ് അംഗങ്ങളായ ശരത് ചന്ദ്ര ബാബു, സുനി, സുരേഷ്, ബൽറാം എന്നിവർ കിണറ്റിലിറങ്ങി മണിക്കൂറുകളോളം വടം ഉപയോഗിച്ച് മണ്ണ് നീക്കിയാണ് മൃതദേഹം പുറത്തെടുത്തത്. രക്ഷാപ്രവർത്തനത്തിനായി ജില്ലാ ഭരണകൂടം BSFന്റെ സഹായം തേടിയെങ്കിലും BSF എത്തും മുൻപ് രാത്രി 8:30യോടെ മൃതദേഹം പുറത്തെടുത്തു. രക്ഷാപ്രവർത്തനം പൂർത്തിയാകും വരെ മന്ത്രി CN ബാലകൃഷ്ണനും RDO രവീന്ദ്രനും സ്ഥലത്ത് ചെലവഴിച്ചിരുന്നു.